ആദ്യമൊക്കെ തോന്നുന്നത്, പക്ഷെ അതിന്റെ ഒരു ക്ലൈമാക്സിൽ പുള്ളിയുടെ ജിത്തുവിന്റെ സ്റ്റൈലത്തിന്റെ പുള്ളി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തോന്നുന്ന ജിത്തു ജോസഫിന്റെ പടങ്ങൾ ഒരു ക്ലൈമാക്സ് ഒരു വ്യത്യസ്തം ഉണ്ടല്ലോ, അത് തന്നെ പുള്ളി നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. ക്ലൈമാക്സ് പുള്ളി ജിത്തു ജോസഫ് അടിപൊളിയായിട്ട് നമ്മൾ ദൃശ്യം ക്ലൈമാക്സ് കാണുന്ന പോലെ തന്നെ തോന്നി. കുഴപ്പമില്ല, ആദ്യമൊക്കെ ഒരു പ്രിഡിക്റ്റബിൾ ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. ഒരു പടം മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്ന് നമുക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെ നടക്കുന്നു, പക്ഷേ ക്ലൈമാക്സ് അൺപ്രിഡിക്റ്റബിൾ, അടിപൊളി. പടമൊക്കിന് ക്ലൈമാക്സിലാണ് പടത്തിന്റെ ട്വിസ്റ്റ് ഇരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു ലാഗും പരിപാടിയുണ്ട്, പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് പറപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ജിത്തു ജോസഫ് നമ്മൾ പ്രതീക്ഷണ കറക്റ്റായിട്ട് ലാസ്റ്റ് കൊണ്ട് ഒരു പറത്തിക്കുന്നുണ്ട്. കുറച്ച് സ്പോയിലറാണ് പടത്തിനെ പറ്റിയിട്ട്. ലാസ്റ്റ് നമുക്ക് ഇരുത്തി കളയും. അപർണ ബാലമുരളി, ആസിഫ് അലി തകർത്തു. ആസിഫ് അലിയുടെ അടുത്തൊരു 50 കോടി നമുക്ക് എണ്ണി തുടങ്ങും പടം. ദൃശ്യം തന്നെ, ദൃശ്യത്തിന്റെ ഒരു വേറെ ലെവല്. പക്ഷെ ഇതൊരു പടം നമുക്ക് കണ്ട പടം തന്നെ, പക്ഷെ കുറച്ചുകൂടെ ജിത്തു ജോസഫിന്റെ ഒരു പടമില്ല. പിന്നെ ഈ ലോക്കയുടെ കൂടെ പിടിച്ചു പടം ഇല്ല, ലോക്കെ ലെവലല്ല, ഇത് രണ്ട് ടൈപ്പ് അല്ലേ. ലോക്കെ വേറെ ലെവല്, പക്ഷെ അപർണ ബാലമുരളി എന്ന് ചെയ്തുണ്ട്. ആസിഫ് അലി ഒക്കെ ഓൾ ഓവർ നല്ല പടം.